തിങ്കളാഴ്ച തീർത്തും വിചാരില്ല. നിങ്ങളിവിടെ ഒന്നും അറിയില്ല. മലപ്പുറത്തിൻ്റെ കോട്ടേഴ്സ് വേറെ ആവശ്യമില്ല. ഇതിലൂടെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് അത്രയേ ഉള്ളൂ. മുന്നണി പ്രവേശം ഒരു ചർച്ചയിലാണ്. നമ്മൾ പൊതുവായ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ഇലക്ഷനാണല്ലോ പ്രധാനമായിട്ട്. രാഷ്ട്രീയക്കാർ നമ്മൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കുമല്ല. അതിപ്പോൾ ഒരു സ്വകാര്യ ഇറച്ചിയാണെങ്കിൽ ഇപ്പോൾ ഓരോ വരേണ്ട കാര്യമില്ല. എത്ര സ്ഥലങ്ങളുണ്ട്, ഒരു പബ്ലിക് പ്ലേസ് ഉണ്ട്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ താങ്കൾക്ക് ഒരു റോളുണ്ട്. അത് അനിൽകുമാർ ആണെങ്കിൽ അവിടെ സംഘടനാപരമായി ചുമതലയുള്ള ആളുമാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് നമുക്ക് റോളില്ല. അനിൽകുമാർ എമ്മിലേക്കാണ് അവിടെ ചാർജുള്ളത്. സ്ഥിതിക്ക് പുള്ളിക്ക് ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും കൂടുതൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ വലിയ. സ്വാഭാവികമായും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ഒരു നിജസ്ഥിതി സാഹചര്യങ്ങൾ എന്ന് വലിയ സ്ഥാനാർത്ഥി സാധ്യതകളൊക്കെ ചർച്ചയായി. അത് സ്വാഭാവികം. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടാതെ നിൽക്കുന്ന ചർച്ചകൾ നടക്കുന്നതിലൊക്കെ വലിയ ഭാഗമായിട്ട് ചർച്ചകളാണ്. സ്ഥാനാർത്ഥിയാണോ എന്നതിൽ അൻവറിന്റെ അഭിപ്രായം വെച്ചോ? സ്വാഭാവികമായിട്ട് അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സായിട്ട് കണ്ടാൽ മതി. നേരത്തെ താങ്കളൊരു പേര് പറഞ്ഞിരുന്നു. അതിന് താങ്കൾ മാറി വന്ന രീതിയിലുള്ള പ്രചാരണമുണ്ട്. അല്ല, അതിൽ ഉറച്ചു നിൽക്കാനാണ് ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റാണ്. ആ വാക്കുകൾ മൊത്തസമ്മേളനം രാജ്യത്തെ മൊത്തസമ്മേളനത്തിലൊക്കെയില്ല. അതൊരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞതാണ്. ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫിനാണ്. പ്രവേശനത്തെ കുറിച്ച് അതൊക്കെ അവർ ചർച്ച ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചൂട് പിടിച്ച വിഷയം പറയുമല്ലോ. ഏതെങ്കിലും ആശങ്കയുണ്ടോ? ഒരു ആശങ്കയില്ല. എന്താണ് ആശങ്കയ്ക്ക്? എന്തോ ഒരു ആശങ്കയില്ല. കാരണം ആശങ്ക ഉള്ളത് CPM-നാണ് അല്ലെങ്കിൽ LDF-നാണെന്നറിയില്ല. LDF-ന്റെ മുൻ കൺവീനറും ഇപ്പോഴത്തെ പാർട്ടിയുടെ സെക്രട്ടറി മെമ്പറായ സഖാവ് VP രാമകൃഷ്ണൻ മുൻപത്തുണ്ടായിരുന്നതിന് മുൻപത്ത് പലരും ചോദിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാവില്ല. എന്താ പറയുക? ഞങ്ങൾ ഭയങ്കര ഭൂരിപക്ഷം ഇത് വിലയിരുത്തലാവില്ല. അതെങ്ങനെയാണ് പറയാം? അതെന്താണ് ലോജിക്ക്? 9 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു MLA രാജിവെച്ചിട്ട്, അതായത് ഈ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്, പിണറായിസത്തിനെതിരെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഒരു അനലൈസേഷൻ, അതിൻ്റെ ഒരു വിലയിരുത്തലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. പിന്നെന്തിനാ അവർ ആശങ്കപ്പെടുന്നത്? എന്താണത് പറയാൻ ധൈര്യമില്ലാത്തത്? അതെ, ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, അത് വസ്തുതയല്ലേ എന്ന് പറയേണ്ടടുത്ത് എന്തിനാ അവർ ഒളിച്ചോടുന്നത്? ഒരു ഭാഗത്ത് അവർ പറയേ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ വലിയ വോട്ടിൽ ചെയ്യും. ഇതൊക്കെ നിലമ്പൂരിലെ വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാരും കേൾക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും. പ്രവേശനം ഉണ്ടാവുമോ? നമുക്ക് നോക്കാന്നേ. നമുക്കത് അകനി ഇപ്പോൾ ഒരു 3-4 ദിവസമല്ലേ, അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡമുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിക്കാൻ മുന്നണിയിലെടുത്താൽ UDF-ന് ഗുണം ചെയ്യും. കൂടുതൽ ഗുണം ചെയ്യും.